ഉത്തർപ്രദേശിലെ ഹാത്രസിൽ നടന്ന മതസമ്മേളനത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 120 കടന്നു. നാരായൺ സഗർ ഹരി എന്ന ബോലെ ബാബയുടെ നേതൃത്വത്തിലാണ് മതസമ്മേളനം സംഘടിപ്പിച്ചത്. മാനവ് മംഗൾ മിലൻ സദ്ഭാവന സമാഗം കമ്മിറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ. നിയന്ത്രിക്കാനാകാത്ത വിധം ജനത്തിരക്ക് വർദ്ധിച്ചതോടെയാണ് നിരവധി പേർ മരിച്ചത്. ഈ സംഭവത്തോടെ ബോലെ ബാബയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ്. ആരാണ് ബോലെ ബാബെ എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഇറ്റ ജില്ലയിലെ പട്യാലയിൽ നിന്നുള്ള ആളാണ് ബോലെ ബാബ എന്ന നാരായൺ സഗർ ഹരി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഹാത്രസിൽ സത്സംഗം നടന്നത്. കുട്ടിക്കാലത്ത് കൃഷിയിൽ തന്റെ പിതാവിനെ സഹായിച്ചിരുന്ന ബോലെ ബാബെ പിന്നീട് പോലീസിൽ ചേർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസിലെ പ്രാദേശിക ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. 17 വർഷത്തോളം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിൽ അദ്ദേഹം തന്റെ ആത്മീയ ജീവിതം ആരംഭിച്ചു. ശേഷം ആൾദൈവമായി അറിയപ്പെടുവാനും തുടങ്ങി. മറ്റുള്ള ആൾദൈവങ്ങളെപ്പോലെ കാവ്യവസ്ത്രമല്ല ബോലെ ബാബെ ധരിച്ചത്. വെള്ളവസ്ത്രം ധരിച്ചാണ് ഇദ്ദേഹം പൊതുവേദികളിലെത്തിയിരുന്നത്. നൂറുകണക്കിന് പേരാണ് ഇദ്ദേഹത്തിന്റെ അനുയായികളായി മാറിയത്. ആത്മീയ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിലെ തന്റെ ജോലി ഉപേക്ഷിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതേസമയം തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവത്തിൽ പരിപാടി നടത്തിപ്പുകാർക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇറ്റ ആശുപത്രിയിലേക്ക് 27 മൃതദേഹങ്ങളാണ് എത്തിയത്. 23 സ്ത്രീകളുടെ മൃതദേഹവും 3 കുട്ടികളുടെയും ഒരു പുരുഷന്റെയും മൃതദേഹവുമാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരെ ട്രക്കുകളിലും മറ്റു വാഹനങ്ങളിലും കയറ്റിയാണ് ആശുപത്രികളിലേക്ക് എത്തിച്ചത്. പലരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിക്ക് പുറത്ത് നിരത്തി കിടത്തി. ഒരു ട്രക്കിൽ നിരവധി മൃതദേഹങ്ങൾക്കരികിലിരുന്ന് നിലവിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അത്തരത്തിൽ ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടു. സത്സംഗം കഴിഞ്ഞ് ആളുകൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോഴായിരുന്നു തിക്കും തിരക്കും ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പലരും തൊട്ടടുത്ത് നിന്നവരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നുവെന്നും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി. इस पूरे मामले की जांच के लिए हम लोगों ने एडिशनल डीजी आगरा की अध्यक्षता में मंडलायुक्त अलीगढ़ को शामिल करते हुए एक टीम बना करके उन्हें अविलंब रिपोर्ट उपलब्ध कराने के लिए कहा है. घटना को देखते हुए प्रदेश के मुख्य सचिव और डीजीपी वहीं पर कैंप कर रहे हैं. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായവും നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് PMNRF ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു.